നമ്മുടെ ജയിലുമേടുള്ള ഒരു 35 വർഷമായിട്ട് ബിരിയാണി കച്ചവടം സൈക്കിളിൽ തള്ളി ചെയ്യുന്നതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു ദിവസം ഇക്കാരെ കണ്ടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. നോക്കണ്ടേ ബിരിയാണിയുടെ റേറ്റും ബിരിയാണിക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കണ്ടേ. മൂപ്പരൊന്ന് പരിചയപ്പെടേണ്ട ആദ്യം. അതെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു സ്പെഷ്യൽ ബിരിയാണിയുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ ഒലോക്കോട് പൂക്കാരത്തോട്ടം അതുപോലെ തന്നെ നമ്മുടെ പറക്കുന്നം ഭാഗത്തൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു വാപ്പ, അഥവാ PM ഇക്ബാൽ ഖാൻ പറഞ്ഞ ഒരു 65-60 വയസ്സിൻ്റെ ഇടയിലുള്ള ഒരു വാപ്പയുടെ ഒരു ബിരിയാണി കച്ചവടത്തിൻ്റെ കഥയായിട്ട് പറയുന്നത്. 50 രൂപയ്ക്ക് ബിരിയാണി കിട്ടുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. എന്നാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബിരിയാണി ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇതാ സാലഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇതാ ബിരിയാണി നല്ല വായയിലയിൽ പൊതിഞ്ഞ ബിരിയാണിയാണ് കേട്ടോ. നോട്ടെ, കുഴപ്പമില്ല, ഒരാൾക്ക് കഴിക്കാനുള്ള നല്ല അടിപൊളി ബിരിയാണി. നോട്ടെ, നല്ല അടിപൊളി ചിക്കൻ പീസ് ഉണ്ട്, അതുപോലെ തന്നെ സാലഡ് ഉണ്ട്. നമുക്ക് ചോറൊന്ന് കഴിച്ച് നോക്കാം അല്ലെ, എങ്ങനെയുണ്ടെന്നുള്ളത്. നോട്ടെ, എൻ്റെ പൊന്നും മക്കളെ, നോട്ടെ ചിക്കൻ പീസ് തൊട്ടെ. ഞാനൊരു കാര്യം ഓപ്പണായിട്ട് പറയട്ടെ, 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. 2 പാക്കറ്റ് വാങ്ങിച്ച് കഴിച്ചാൽ നിങ്ങളുടെ വയറും നല്ലോണം ഇങ്ങോട്ട് നിറയും. ആ വാപ്പാനെ എവിടെ കണ്ടാലും നിങ്ങൾ ബിരിയാണി വാങ്ങിച്ചോളി, നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ പറയുന്ന വാക്കല്ല, ഞാൻ കഴിച്ചതാ, ഉറപ്പിച്ചോ. അതെ വാപ്പ, നിങ്ങൾ എത്ര വർഷം ചെയ്യാൻ വേണ്ടിയിട്ട്? 30-35 കൊല്ലമാവും. 32 കൊല്ലമായില്ലേ? എവിടെയാണ് ഇപ്പോൾ നിങ്ങൾ മറ്റേ ഉണ്ടാക്കി കൊണ്ടുവരുന്നതൊക്കെ? എങ്ങനെ, ആരൊക്കെയാണ്? മുമ്പ് ഞാൻ പറക്കുന്നതായിരുന്നു. അപ്പോൾ അവിടെ വീടൊക്കെ ഒഴിഞ്ഞപ്പോൾ ജയിലുമേട് വന്നിട്ടുണ്ട്. നമ്മുടെ ഭാര്യയും ഞാനും കൂടിയാണ് ചെയ്യുന്നത്. ഇത് എത്ര കാലമായി ഇപ്പോൾ നിങ്ങൾ ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതമാർഗം? ഇതേ മാർഗം. ഈ മാർഗത്തിൽ അതാകൊണ്ട് അനുഗ്രഹം കൊണ്ട് മകളിനെ കടിച്ചു കൊടുത്തു, വീട്ടുവാടക കൊടുത്തു, അങ്ങനെ ചിലവ് മരുന്ന് കിരണ അസുഖമൊക്കെ അങ്ങനെ പോണു. പിന്നെ ഇന്നത്തെ നമ്മുടെ ഗവൺമെൻറ് സൈക്കിൾ ഒരു 3-4 കിലോമീറ്റർ ഇങ്ങനെ റൗണ്ട് അടിക്കും. തെറ്റിയില്ല. അങ്ങനെ ഞാൻ തുടക്കത്തിൽ 10-20 ആയിരുന്നു. ഇപ്പോൾ 50 രൂപ. 10 രൂപ കൂട്ടി ചോദിച്ചാൽ ആരും തരുന്നില്ല. തരാന്ന് പറയുന്നു. 50-ന്. ബിരിയാണിയിൽ ഒരു പീസ് ബിരിയാണി, ഒരു കപ്പ് ചാപ്പാട്, തൈര് ചട്നി, സലാഡ്. അപ്പോൾ ഒരു 2 കൂടി അടിക്കും. ഞാൻ നിങ്ങളുടെ വീഡിയോ നമ്മുടെ ഇടുന്നുണ്ട്. അപ്പോൾ എവിടെ മുതൽ നിങ്ങൾ തുടങ്ങുന്നത് കച്ചവടം? ഇവിടെ ജയിലുമേട്ടിൽ നിന്ന് പറക്കുന്നം, ശംഖുവാർ തോട്, നറുകുച്ചി, സുന്ദരം കോളനി. ഏകദേശം എത്ര മണിക്ക് തുടങ്ങും? ഈ ഒരു 12 മണിക്ക് ഇറങ്ങിയാൽ 11:30 ഇറങ്ങിയാൽ ഒരു 2 മണിക്കുള്ളിലൊക്കെ കഴിയും. 11 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം 2 മണിൻ്റെ ഉള്ളിൽ പാവപ്പെട്ടവരൊക്കെ വാങ്ങുള്ളൂ. വലിയ